അപ്പൊ അതെ നമ്മുടെ സമ്മർ ട്രിപ്പിന്റെ ഡേ 2 ആണ് കേട്ടോ ഇന്ന്. നമ്മള് ലില്ലിഹാമറിൽ ഉണ്ടായിരുന്ന ആ വീട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ തന്നെ 10 മണിയായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഹുദർഫോസൻ നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. ട്രൊള്ളെ പാർക്കാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെയുള്ള പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് തോന്നുന്നു. ആ ഫുള്ളാണ്. അതേ കണ്ടോ, അവിടെയൊക്കെ പാർക്കിംഗ് ഫുള്ളാണ്. അപ്പൊ എന്തോരം ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. ബിഗ് ക്യൂ അവിടെ. ഓ ബിഗ് ക്യൂ ആണ് കേട്ടോ കയറാന്. അത്യാവശ്യം തിരക്കുണ്ടെന്ന്, നല്ല തിരക്കുണ്ട്. അത്യാവശ്യം അല്ല, നല്ല തിരക്ക്. ഇതാണ് എൻട്രൻസ്. കാശി കമ്പനി ഓർഡർ ചെയ്ത്. പക്ഷെ നാട്ടിൽ ഇങ്ങനെ കുറെ ആൾക്കാരെ കണ്ട് ശീലായ കാരണം കൊണ്ട് കുറെ ആൾക്കാരുണ്ട് തോന്നില്ല. പക്ഷെ നോർവേയിൽ ഇത് ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, എത്ര ആൾക്കാരൊന്നും നമ്മളിവിടെ കാണാറില്ല. എവിടേക്ക്? ട്രോളർ പാർക്കിലേക്ക് എത്തി. കുറേ നാളായിട്ട് കൺമണി പറയുന്നൊരു കാര്യമാണ്. കാശി, ഇതാണ് ഫസ്റ്റ് ലുക്ക്. കയറുന്ന സ്ഥലം ഇതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലത് ക്രീം തേച്ചെടുത്തോ? ക്രീം സൺസ്ക്രീൻ മസ്റ്റാണ്. കാരണം എല്ലാം കണ്ടത് നല്ല ചൂടാണ്. നല്ല വെയിലുണ്ട്. ഇന്നലെ മഴയായിരുന്നു, പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ വെരി ഇമ്പോർട്ടൻ്റ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അവിടെ അതാ വലിയ ട്രൊള്ള് ഞങ്ങൾ പറയാറില്ല, ആ സാധനം അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കാണിച്ചു തരാം അവിടെ അടുത്തേക്ക് പോകുമ്പോൾ. പിന്നെ അവിടെ കുറേ എന്തൊക്കെ പാർക്കുകൾ കാണുന്നുണ്ട് അവിടെ. അങ്ങനെ ഒരു ദിവസം ഇന്നൊരു 6 മണി വരെ ആണ് നോർമൽ ടൈം. ഇന്ന് പക്ഷേ ബോണസ് ടൈം പറഞ്ഞിട്ട് 1 മണിക്കൂറും കൂടി എക്സ്ട്രാ ഉണ്ടെന്ന്. 7 മണി വരെ ഉണ്ട് ആക്ച്വലി. നോർമലി 6 മണി വരെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് നേരത്തെ പോകണം. കാരണം നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ ഇത് ട്രൊള്ള്, ഇതാണ് ട്രൊള്ള്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ അട്രാക്ഷൻ ഇതാണ്, ട്രൊള്ള് സാലൻ. അപ്പോൾ അതിനുള്ളിൽ കയറി അതിനുള്ളിൽ എന്താണെന്ന് പോയി നോക്കാം. പിടിക്ക് കമ്മ്യൂണിക്കാശി കയറിയൊക്കെ. കാപ്രിനോസ് ഇവന്തിർ ഗ്രൊഫെ. പിടിച്ചോ. അപ്പൊ നമ്മള് വന്നിട്ട് ആദ്യത്തെ സ്ഥലത്ത് കയറി ഉണ്ടോ? ഓക്കെ. വിന്റർ ആവുമ്പോ ട്രോളിന്റെ മേലെ കൂടെ ഇങ്ങനെ സ്നോ പെയ്യും. ഓക്കെ, പോയതൊക്കെ. ഓ ട്രൊള്ള് പറഞ്ഞാൽ ഇവിടെ കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു കഥാപാത്രം കേട്ടോ. നമ്മുടെ നാട്ടിലെ 5 കണ്ണനും അങ്ങനെയൊക്കെ കുട്ടികളെ പറയുന്ന പോലെ. ഓ ഇതൊരു ഇവിടുത്തെ ഒരു വില്ലേജാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഓ വാവ്, ഭയങ്കര നൈസായിട്ടുണ്ട്. നോക്ക് കമ്പനി ആദ്യം ഫുള്ളായിട്ട് നോക്കിയിട്ട് പോയാൽ മതി. അതായത് ഒരു ഫാമൊക്കെ ഉള്ള പണ്ടത്തെ ഒരു നോർവീജിയൻ വില്ലേജ്, അതാണ് ഈ കാണുന്നത്. പോകുമ്പോ സിന്ദൂര ചെപ്പാക്കിട്ട് കിട്ടുന്ന സാധനല്ലേ ഇത്. ഒരു കിയോസ്ക് ഉണ്ട്. കഴിഞ്ഞു പോകുമ്പോഴേ സോവനീർ എന്തെങ്കിലും വാങ്ങാം നമുക്ക്. ഓക്കെ, വണ്ടി ഓടിക്കാം. അവിടെ വണ്ടി ഓടിക്കണോ? ക്യൂ നിൽക്കണം ആദ്യം. നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ പോവാണ് കാശിയുടെ കൂടെ. നമ്മൾ വെയിറ്റ് ചെയ്യും. നമുക്ക് അച്ഛനും കാശിയും വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗണേശനും കാശിയൊക്കെ കയറാൻ പോയി. ബ്ലൂ കളറ് ഫില്ലായി. കാശിനും ബ്ലൂ ആയിരിക്കും ഇഷ്ടം. കുഴപ്പമില്ല, അവൻ കയറിയിട്ടുണ്ട്.
എങ്ങനെയുണ്ടായിരുന്നു? പേടിച്ചോ? ഇങ്ങോട്ട് നോക്ക് ഇഷ്ടായോ? ഓക്കെ, ഇതിന് യെസ് ആണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പല പല പരിപാടികൾ. ശരിക്കുള്ള കോഴി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പൊരുന്നിരിക്കുന്നതും ഒന്നും റിയൽ അല്ല. Sin bondegård får vi det så bra. Mange trivelige år blir det sikkert da. Her på Sin bondegård skal vi få det bra. Nå skal ni få det bra. Ja, at vi har det veldig bra her, vil du se når du er ute og kjører på traktoren. Ha en riktig god tur. ഉള്ള കാരണം കൊണ്ട് എല്ലാ റൈഡിലും എന്തിന് പോകാനും ഒരു ബിഗ് ക്യൂ ഉണ്ട് കേട്ടോ. നല്ല സീസൺ ടൈമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ട്രാക്ടറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള കാശിയാണ് നല്ല ഇൻട്രസ്റ്റിൽ ഇരിക്കുന്നത്. കാശിക്കാണ് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ ട്രാക്ടറും കൂടി ആകുമ്പോൾ കൂടുതൽ ഇഷ്ടം അല്ലേ കാശി? അച്ഛനാണ് ഞങ്ങളെ എപ്പോഴും വണ്ടി ഓടിച്ച് എല്ലായിടത്തും കൊണ്ടുപോകണേ. അപ്പൊ ഇപ്രാവശ്യം കാശിയും കമ്പനിയും കൂടിയിട്ട് ഞങ്ങളെ വണ്ടി ഓടിച്ച് എല്ലായിടത്തും കൊണ്ടുപോകും. ഇത് പിള്ളേർക്കാണ് വണ്ടി ഓടിക്കാൻ പറ്റും. പേരൻസിന് മേലെ ഇരിക്കും, പുറത്തിരിക്കാം. കണ്ടോ? Du kan hjelpe meg å finne kyllingene. Så bra! Kjør etter meg. Ja, det er typisk Ståle, vet du. Han roper til rett som det er. Hvis du er flinke, nå hjelper Ståle, så kanskje han klarer å finne at kyllinga. Ser du gule små kylling på pålen til venstre bortfor der? Ja, nå har vi flaks. Vi får om det er like heldig å finne flere inne i hønsehuset bortpå her. Hva er dette for et spa-hotell? Jeg trodde dere skulle verke. Det er jo akkurat det vi gjør. Men skal vi verpe gode egg, så må ഇത് ഡ്രൈവേഴ്സാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവേഴ്സാണ്. കോഴിക്കുട്ടികള് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഇറങ്ങാറായോ? അല്ല ഇവിടെ Se der, ja, Ståle. Dette gikk jo bra. അല്ല അവിടെ Ja. Så klart. Ja, for når kyllingene får leke fritt, så trenger de barnepass hver dag året rundt. Hæ? Hver dag? Nei, du Rakel. Det gikk bra, altså. Da håper jeg at dere har hatt en fin tur. Vi har i hvert fall hatt stor glede til å vise dere litt av hvordan maten blir til her på gården. At matpakken blir til jord, at kumøkk blir til næring, og at vi tar vare på dyra og miljøet rundt oss. Husk på at du kan få se foto til turen til butikken. വണ്ടി നിർത്തും, എന്നാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. സ്റ്റോപ്പ് ചെയ്യൂ, ബ്രേക്ക് ചെയ്യൂ. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ അവിടെ കുട്ടികൾക്ക് എന്തായാലും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. അത് വലിയ എൽഡേഴ്സിനുള്ളതാണ്. ഇപ്പോൾ കമ്പനിക്ക് എവിടേക്കാണ് പോകേണ്ടത്? കമ്പനി കാസിലുണ്ട് അവിടെ. ആ കാസിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബിഗാണ്. എന്താ അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം. പിന്നെ ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ കളികളൊക്കെ ഇവിടെയാണ് കേട്ടോ കമ്പനി. അവിടെ വെള്ളത്തിൻ്റെ പാർക്കുകളൊക്കെ ഇവിടെയാണ്. ശരി, വലിയൊരു ഏരിയ ആണ് കേട്ടത്. വൺ ഡേ പോരാ. ആക്ച്വലി എല്ലായിടത്തും എത്തുന്നുണ്ടെങ്കിൽ വൺ ഡേ പോരാ. നോക്കട്ടെ, ഈ കാസിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം. ഞാൻ കാസിനോട് ഇതാണ് കാസിൽ. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ
കാശിക്ക് പോകാൻ പറ്റില്ല, കമ്മണിക്കാണ് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. കാശിക്ക് ഇപ്പൊ സാൻകാസിൽ പോണം. കാശി നമുക്ക് സാൻകാശിൽ പോവാം. കാശി ജി ക്ലാസ് ഓടിക്കാൻ പോവാണ്. കാശി കാശി ജീവാഗർ ഓടിച്ച് വരുന്നുണ്ട്. കാശി കാശി ഫ്രണ്ടിലേക്ക് നോക്ക്. കാശി എങ്ങോട്ടാ പോണ്? ബോട്ട്, റിമോട്ട് ബോട്ട് ഓടിക്കാം നമുക്ക് കേട്ടോ. റിമോട്ട് ബോട്ട് ഓടിക്കാൻ പറ്റുമോ നോക്കുകയാണ് ഞാനും കാശിയും. അവിടെയാണ് റിമോട്ട്. അങ്ങോട്ട് പോയേക്കാം. അവിടെ അണ്ട അവരൊക്കെ ഓടിക്കുന്നുണ്ടോ? ഓക്കെ കമേ. ബോട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല ഐറ്റംസ് ആട്ടോ. കാശി കാണിച്ച കാറിൻ്റെ അവിടെ നിന്നൊന്നും പോരുന്നില്ല. കാശി കാശിയുടെ ബോട്ടാണത്. അതാ ബോട്ട്. അതല്ലടാ ഇത് ഏതാ ഇഷ്ടം? നമ്മുടെ ഹാർട്ട് സെക്കൻഡ് ട്രിപ്പിലായിരിക്കും. എന്തിന്? റാഫ്റ്റിംഗ്, റിവർ റാഫ്റ്റിംഗ്. ഭയങ്കര റിവർ റാഫ്റ്റിംഗ് ആണ് ഈ ചെടുങ്ങോളയും കൊണ്ട് ഭയങ്കര റിവർ റാഫ്റ്റിംഗ്. കാശി കമ്പനി നമ്മളെങ്ങടെ പോണേ? റാഫ്റ്റിങ്ങിന് പോകണം. കാശി നോക്ക് അതിന്റെ മേലെ കൂടെ അവിടെ നോക്ക്. വെള്ളം അയ്യോ ഇടിക്കല്ലേ, ഇടിക്കല്ലേ. കാശി പിടിച്ചോ, കാശി അച്ഛനെ പിടിക്ക്, കാശി അച്ഛനെ പിടിക്കണം, അച്ഛനെ പിടിക്ക്.
എന്താ ഒരു തരാം. ഞാൻ വെയിറ്റ് ചെയ്യലിന്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് വെള്ളം തരണം അറിയാം. വായെന്നാണോ കൂടെ വെള്ളം തരണം അറിയാം. ഇവിടുന്ന് വെള്ളം തരും. സംഗീതം എന്തൊരു സംഗീതമാണ്. മതി ഇനി പോവാ. അടുത്ത സ്ഥലത്തേക്ക് പോണം. മനസ്സിലായി. എവിടെ നമ്മുടെ മുഖത്ത് വെള്ളമായി. ഹലോ കാശി 90 സെന്റിമീറ്ററിൽ എബോ ഉണ്ട്. ചെല്ല് നമ്മളെ കൂടെ ഇല്ല. നീ കുഞ്ഞതല്ല, നീ ബിഗാണ്. കാശി കിങ് ആണോ? യെസ് പോട്ടെ, മേലേക്ക് പോട്ടെ, മേലേക്ക് പോട്ടെ. മേലെ പോ, മേലെ പോ, മേലെ പോ, മേലെ പോ, മേലെ പോ. ഗോ അപ്പേ. ആ വിട്ടോ. ഓക്കെ. എത്ര മണിക്ക് നീ ഇറങ്ങണ്ടേ? 6 മണിക്കാണ്. വാക്കിങ്ങിൽ ഓർമ്മ. അതാ കണ്ട കാശ് മേടിച്ചാ. അതിന്റെ കൈ പിടിച്ചപ്പോ മേടിച്ചു അല്ലേ? സാറില്ല, നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റാൻ കയറാം. കാശി കബഡി എന്താ ചെയ്യാൻ പോണ്? റെഡി റെഡി സ്റ്റഡി ഗോ. കാശി കാശി
കാശി പിടിച്ചോ. അവസാനത്തെ പരിപാടി തുടങ്ങാൻ എത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും വരില്ല, കാരണം കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിത് നമ്മുടെ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2-3 മണിക്കൂർ അപ്പുറത്തുള്ള പുതിയ ക്യാബിനിലോട്ട് പോവാണ്. ഇപ്പോൾ സമയം 10:30 മണിയായി. ഇത് സ്ഥലത്തിൻ്റെ പേര് ഫോസ്ബർഗ് എന്നാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കുറച്ച് ഇരുട്ടായ കാരണം കൊണ്ട് അത്ര വ്യക്തമായിരിക്കില്ല, പക്ഷേ നല്ലൊരു ടൗണാണ്, കുഞ്ഞൊരു ടൗണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇതാ കാശി വരുന്നു. കാശി വിളിക്കുന്ന ഒന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഫുഡ് നിർത്തുന്നത് വരെ നല്ല ഉറക്കമായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് ആക്റ്റീവായി. കാശി വീട്ടിലേക്ക് നമ്മളിത് ഒരു 10-15 മിനിറ്റ്. ഓക്കെ, 15 മിനിറ്റ് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നിന്റെ ബാണാഗിൽ പോകുന്ന സമയം, കിൻഡർ ഗാർഡനിൽ പോകുന്ന അതേ സമയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ഇന്ന് വീഡിയോ ഉണ്ടാവില്ല, ബാക്കിയെല്ലാം നാളെ. ഓക്കെ, ബൈ ബൈ. എനിക്ക് നല്ലോണം. ബൈ ബൈ. ബൈ ബൈ.